കുക്കുവിന്റെയും കഴുതയുടെയും സൗഹൃദം. കുക്കുവിന്റെ കൂട്ടുകാരനായ കഴുത ഒരു കാട്ടില് ലക്കി എന്നൊരു കൊക്ക് ജീവിക്കുകയായിരുന്നു. അതിനൊരു ചീത്ത സ്വഭാവം. ആരും ഒന്നും പറഞ്ഞൂടാ, ഉടനെ അതിന് ദേഷ്യം വരും. ഒരു ദിവസം എല്ലാ ജന്തുക്കൾക്കൊപ്പം അത് ഒളിച്ചു കളിക്കുകയായിരുന്നു. കുരങ്ങ് അതിന്റെ കണ്ണു മൂടിക്കൊണ്ട് 10 വരെ എണ്ണാൻ തുടങ്ങി. ആന, മാന, വുഡ് പിക്കർ, പിന്നെ കരടിയും എല്ലാരും ഓരോ സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. കൊക്ക് ചെടികൾക്കിടയിൽ ചെന്ന് ഒളിക്കും. 7, 9, 10 ഞാൻ വരാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കുരങ്ങ് തേടാൻ തുടങ്ങി. അതിനുശേഷം നമ്മളുടെ കൊക്കിന്റെ കഴുത്ത് നല്ല നീളമുള്ള കൊണ്ട് അത് ഉടനെ പിടിക്കപ്പെടും. മെല്ലെ അവന്റെ പിറകെ ചെന്ന് അവൻ ഒച്ചയിട്ടു. ടപ്പാങ്! യാഹൂ! ഞാൻ ലക്കി കഴുതയെ കണ്ടെത്തി. ഇനി ഇവളാണ് അടുത്ത തവണ കള്ളിയാകാൻ പോകുന്നത്. എല്ലാ ജന്തുക്കളും കൈകൊട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുകയാ. അത് കണ്ട കൊക്കിന്റെ മുഖം വാടിപ്പോയി. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ ചെയ്യുന്നത്? അയ്യോ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എപ്പോൾ നോക്കിയാലും എന്നെയാണ് ആദ്യം ഔട്ടാക്കുന്നത്. കാരണം ഞാനല്ലേ കള്ളനാകേണ്ടത്, അതുകൊണ്ടല്ലേ? അങ്ങനെ ഒന്നുമില്ല. ഇതിൽ നിന്റെ തെറ്റുണ്ട്. നിന്റെ കഴുത്തിന് എത്ര നീളമുണ്ട്. എപ്പോൾ നോക്കിയാലും ചെറിയ കുറ്റിക്കാട്ടിൽ പോയി ഒളിക്കും. അതുകൊണ്ടാണ് നീ പെട്ടെന്ന് പിടിക്കപ്പെടുന്നത്. അങ്ങനെ ഒന്നുമല്ല. ഇവിടെ വലിയ രാമുവാനയുണ്ടല്ലോ, അവനെന്താ നിങ്ങൾ പിടിക്കാത്തത്? ഞാനും ഇടക്കിടക്കൊക്കെ കള്ളനാകാറുണ്ടല്ലോ. ഇതിലിപ്പോൾ വിഷമിക്കേണ്ട കാര്യമെന്താ? ഞാൻ ഇവിടെ നിന്ന് പോകുക. ഞാനിനി നിങ്ങളോടൊപ്പം ഫ്രണ്ട്സ് ആയിരിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് അത് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോയി. അത് നടന്ന് ഒരുപാട് ദൂരം ചെന്നു. പിന്നെ ഒരു മരത്തിന്റെ താഴെ ചെന്ന് അത് ഇരുന്നു. ഉടനെ അവിടെ ഒരു കഴുത വരുന്നു. ആ കഴുതനെ കണ്ടിട്ട് അവന് സന്തോഷമായി. അയ്യോ, ഞാനിത് എന്തായി കാണുന്നത്? നീളമുള്ള കഴുത്തുള്ള കോഴി. ഞാൻ നീളമുള്ള കഴുത്തുള്ള കോഴിയല്ല, ഞാൻ ലക്കി കൊക്ക. എന്റെ കഴുത്ത് ഇങ്ങനെയാണ്. ഓ, അങ്ങനെയാണോ? ഞാനങ്ങ് ഷോക്കായിപ്പോയി. ശരി, പോട്ടെ. എന്റെ പേര് രഞ്ജി. ഞാനൊരു കഴുതയാണ്. കഴുതയ്ക്ക് ബുദ്ധി കുറച്ച് കുറവാണ്. ആ, അതെനിക്ക് അറിയാം. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നാൽ, എന്നെ കണ്ടിട്ട് കൊമ്പില്ലാത്ത മാൻ വന്നെന്ന് പറഞ്ഞ് ഓടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അത് കേട്ട കൊക്ക് വേഗത്തിൽ ചിരിക്കാൻ തുടങ്ങി. നീ നല്ല തമാശ പറയുന്നുണ്ട്. എനിക്ക് നിന്നെ പോലെയുള്ള ഒരു സുഹൃത്തിനെ വേണം. സത്യമായിട്ടും ഞാനും ഇവിടെ തനിച്ചാണുള്ളത്. നിന്നെ പോലൊരു സുഹൃത്തിനെ കിട്ടിയാൽ ഞാനും സന്തോഷിക്കും. അവർ രണ്ടുപേരും പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. പിന്നെ അവർ ഒരുപാട് നേരം സംസാരിച്ചു. ഇപ്പോ കൊക്ക് അതിന്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ മറന്ന് കഴുതയോടൊപ്പം നല്ല സന്തോഷമായി ഇരിക്കുകയാണ്. ഒരു ദിവസം കഴുത ആകാശത്തിലെ സ്റ്റാർസിനെയൊക്കെ കണ്ട് വളരെ സന്തോഷമായി അതിന്റെ ശബ്ദത്തിൽ പാട്ട് പാടാൻ തുടങ്ങി. പക്ഷെ അവനുള്ള ഒരേ ഒരു കൂട്ടുകാരൻ അത് കേട്ട് ഒന്നും പറഞ്ഞതേ ഇല്ല. ആ കൊക്കെ, ഞാൻ എന്ത് മനോഹരമായിട്ടാണ് പാടുന്നത്. പക്ഷെ നീ ഒന്നും പറയുന്നില്ലല്ലോ. കൊള്ളാമോ അതോ കൊള്ളില്ല എന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടെ? ആ, നിന്റെ വോയിസ് നല്ല രസമുണ്ട്. നീ നന്നായി പാടുന്നുണ്ട്. കൊക്ക് കഴുതനെ പുകഴ്ത്താൻ തുടങ്ങി. അത് കേട്ട ഉടനെ കഴുതയ്ക്ക് വളരെ സന്തോഷമായി. ഇഷ്ടമായില്ലെങ്കിലും കഴുതനെ അത് എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും രാത്രി അതിന് ഇത് തന്നെ റൊട്ടീനായി. ഇതേപോലെ എല്ലാ ദിവസവും രാത്രി കഴുത പാട്ട് പാടാൻ തുടങ്ങി. പക്ഷെ കൊക്കിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ അവന് അവന്റെ പഴയ കൂട്ടുകാരെല്ലാം ഓർമ്മ വരും. എത്ര അവരെ ഓർമ്മ വന്നാലും അവരുടെ അടുത്ത് പോകാൻ അവന് ഒട്ടും ഇഷ്ടമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി നദിയുടെ അടുത്ത് ഇവർ രണ്ടുപേരും ഇരിക്കുകയാണ്. ആഹാ, ആ നിലാവ് കാണാൻ എന്ത് രസമല്ലേ? ആ നിലാവ് കാണുമ്പോൾ എന്റെ മനസ്സിൽ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. അപ്പൊ അതിനേതോ വിചിത്രമായ ശബ്ദം കേൾക്കുന്നു. അപ്പൊ കൊക്ക് അതിന്റെ നീളമുള്ള കഴുത്ത് യൂസ് ചെയ്ത് എന്തടാ അതെന്ന് നോക്കുന്നു. ഒരു വേട്ടക്കാരൻ കയ്യിൽ ഗണ്ണ് വെച്ചോണ്ട് ഒരു ഫയർ ക്യാമ്പ് ഇട്ടോണ്ട് അവിടെ ഇരിക്കുന്നു. രഞ്ജു, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിപ്പോകണം. ആ, ഇവിടെ വേട്ടക്കാരനുണ്ട്. ഇല്ല, ഈ സമയത്ത് ഞാൻ വേറെ എവിടേക്കും പോകില്ല. എനിക്ക് പാട്ട് പാടാനുള്ള സമയമായിരിക്കുന്നു. പ്ലീസ് രഞ്ജു, നീ അങ്ങനെ ചെയ്യരുത്. പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം. എന്നിട്ട് നീ എത്ര വേണമെങ്കിലും പാട്ട് പഠിക്കൂ. പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ പാട്ട് പാടും. അങ്ങനെ പറഞ്ഞിട്ട് ആ കഴുത പാട്ട് പാടാനായി തുടങ്ങി. ബേച്ചോ, ബേച്ചോ, ബേച്ചോ. കഴുതയുടെ പാട്ട് കേട്ട വേട്ടക്കാരന് കാതിൽ രക്തം വരാൻ തുടങ്ങി. എത്ര കാത് മൂടിയാലും പാട്ട് കേട്ടോണ്ടേ ഇരിക്കുന്നു. അവൻ അപ്പോ ഉന്നം വെച്ചിട്ട്
പാട്ട് എവിടുന്ന് വരുന്നു അവിടെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോ ആ ബുള്ളറ്റ് പോയി കൊക്കിന്റെ ചിറകിൽ പോയിക്കൊള്ളും. അയ്യോ, ചോര വരുന്നു. ബിജു, എന്നെ സഹായിക്ക്. കഴുത കൊക്കിന് രക്തം വരണ കണ്ട് അവിടുന്ന് ഓടിപ്പോയി. കൊക്ക് അതിന്റെ ജീവൻ രക്ഷിക്കാനായി അവിടുന്ന് വേഗം ഓടിപ്പോയി. പക്ഷെ എന്റെ രക്തം വീണ ആ അടയാളങ്ങൾ കണ്ട് വേട്ടക്കാരൻ അത് കണ്ടുപിടിക്കും. വാ, ഇതൊരു കൊക്കാണല്ലോ, സൂവിൽ നല്ല റേറ്റിന് വിൽക്കാം. അതേസമയം കൊക്കിന്റെ പഴയ ഫ്രണ്ട്സായ ആനയും പിന്നെ കുരങ്ങും അവിടെ വരും. വേട്ടക്കാരന്റെ ഗണ്ണ് മോണ്ടു എടുത്തോണ്ട് ഓടിപ്പോകും. വേട്ടക്കാരന് ആന ഒരു അടി കൊടുത്ത ഉടനെ അവൻ നല്ല ദൂരത്തിൽ ചെന്ന് വീഴും. അയ്യോ ദൈവമേ. അപ്പോ രാമു ആന കൊക്കിനെ അതിന്റെ മേളിൽ ഇരുത്തി. അതിനുശേഷം 3 പേരും അവിടുന്ന് പോകും. കുറച്ചു നേരത്തിന് ശേഷം അവരെപ്പോഴും കളിക്കുന്ന സ്ഥലത്ത് ചെന്ന് ചേരും. അവിടെ അവന്റെ പഴയ കൂട്ടുകാരും വരും. പക്ഷെ കൊക്കിന് ഇനിയും ആ വേദന പോയിട്ടില്ല. ഒരുപാട് വേദനയിൽ അത് വിഷമിക്കുകയായിരുന്നു. ആന കൊക്കിനെ താഴെ ഇറക്കി വിട്ടു. മരം കുത്തിയേ, ഇവന് വെടിയേറ്റിട്ടുണ്ട്, എന്തെങ്കിലും സഹായം ചെയ്യ്. കൊക്ക് വേദനയിൽ പിടയ്ക്കണ കണ്ട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഈ വെടിയുണ്ട എടുക്കാൻ പറ്റും, പക്ഷേ എടുക്കുമ്പോൾ ഒരുപാട് വേദനിക്കും. കുഴപ്പമില്ലെന്ന്, ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ വെടിയുണ്ട ഒന്ന് വെളിയിലെടുത്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് വുഡ് പിക്കർ കൊക്കിന്റെ ചിറകിൽ ചെന്ന് 2-3 പ്രാവശ്യം കൊത്തി. അപ്പോ 3-ാമത്തെ പ്രാവശ്യം കൊത്തുമ്പോ ആ ബുള്ളറ്റിനെ അത് പുറത്തെടുത്തു. നിനക്ക് ഒരുപാട് നന്ദി മരം കുത്തി. ഇപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. അതിന്റെ ഉള്ളിൽ ഇലയെ പറിച്ചിട്ട് മോട്ടോടെ എത്തുന്നു. അതിനുശേഷം അതിൽ മെഡിസിൻ റെഡി ചെയ്ത് അതിനുശേഷം ആ മെഡിസിൻ കൊക്കിന്റെ ചിറകിൽ തേച്ചു കൊടുത്തു. നിനക്ക് രാവിലെ ആകുമ്പോൾ ഭേദമാകും. ശരിയാകുമ്പോൾ നിന്റെ സുഹൃത്ത് കഴുതയുടെ അടുത്ത് പൊക്കോ, കേട്ടോ? എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ ഞാൻ ദുഷ്ടന്മാരാണെന്നാ കരുതിയത്. നിങ്ങളുടെ സൗഹൃദം ഞാൻ മനസ്സിലാക്കിയതേ ഇല്ല. കളിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ ഞാനത് സീരിയസ് ആയി എടുത്തു. ആ കഴുതയോടൊപ്പം പോയി ഞാൻ സൗഹൃദവും വെച്ചു. അതെന്നെ കൊല്ലാൻ വിട്ടിട്ട് ഓടിപ്പോവുകയും ചെയ്തു. ഇനി മുതൽ എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇനി ഞാൻ ഒരിക്കലും വഴക്കിടുകയേയില്ല. അങ്ങനെ പറ. അതെന്തായാലും നന്നായി. അന്ന് തൊട്ട് അത് അതിന്റെ പഴയ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ തുടങ്ങി. അതിന്റെ മുറിവും ശരിയായി. പണ്ടത്തെക്കാൾ ഇപ്പോൾ അത് സന്തോഷമായി ജീവിക്കുന്നു. എപ്പോഴൊക്കെ അതിന് കഴുതയുടെ പാട്ട് ഓർമ്മ വരുന്നോ അപ്പോഴൊക്കെ കൊക്ക് അതോർത്ത് ചിരിക്കാൻ തുടങ്ങും.